നമസ്കാരം. ഒറ്റയ്ക്കാണെങ്കിൽ അർജുനും തോറ്റുപോകും. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പഴഞ്ചൊല്ല്? കേരളത്തിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത പരാജയത്തിന് നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. കേരളത്തിലെ വിഷജന്തുക്കൾ ചുറ്റിനും നിന്ന് ആക്രമിച്ചു. പോരാടാൻ ഒറ്റയ്ക്കൊരാൾ, ഇടതുപക്ഷമെന്ന പ്രസ്ഥാനം. അതിൽ കാലിടറിപ്പോയിട്ടുണ്ട്. ആ കാലിടറിപ്പോയി അതിൽ ചിതറി നിൽക്കുന്ന മനുഷ്യരോട്, സഖാക്കളോട് പറയാനുള്ള കാര്യം. നേരത്തെ സ്വരാജ് നിയമസഭയിൽ ഒരിക്കൽ ഈ വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളോട് പിന്നെയും ആവർത്തിച്ചൊന്ന് പറയുകയാണ്. അത് പറയേണ്ട കാര്യം, ഈ പരാജയത്തിലൂടെ ഇടതുപക്ഷത്തെ അങ്ങ് തകർത്തില്ലാതാക്കി കളയാമെന്ന് ഇപ്പോൾ വീഴ്ത്തിയവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശവും വീഴ്ത്തുക എന്നുള്ളതാണ്. കേരളത്തിലെ സകലമാന വിഷപ്പാമ്പുകൾ ഒരുമിച്ച് അവർക്കൊരു പ്രഖ്യാപിത ശത്രുവേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇടതുപക്ഷം. അത് സംഘപരിവാർ ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, സുഡാപ്പികളായിക്കോട്ടെ, ക്രിസംഗികളായിക്കോട്ടെ, മാധ്യമങ്ങളായിക്കോട്ടെ, ഓൺലൈൻ മഞ്ഞ മാധ്യമങ്ങളായിക്കോട്ടെ, ചുറ്റിനും നിന്നവർ ആക്രമിച്ചു. ചെയ്തതിനൊക്കെയും റദ്ദാക്കിക്കൊണ്ട് കുറ്റങ്ങളും അല്ലെങ്കിൽ ചെയ്ത പ്രവർത്തികളെയൊക്കെയും അവർ ജനങ്ങളിലേക്ക് എത്താൻ ജാഗരൂകരായി. അത് കണ്ട് പ്രവർത്തിക്കാത്തിടത്താണ് കൃത്യമായിട്ട് തിരിച്ചടി ഉണ്ടായത്. ഇപ്പോഴും മാധ്യമങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന അവർ ശരിയായ കാര്യങ്ങൾ പറയുമെന്ന് കരുതുന്നിടത്ത് എന്തൊക്കെയാണ് അപകടമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കേണ്ട സന്ദർഭമാണ്. എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷത്തിനെ എങ്ങനെയൊക്കെ സീറ്റ് കുറയ്ക്കാമെന്ന് ഈ നാട്ടിലെ സകലമാന വിഷപ്പാമ്പുകളും ഒരു കാര്യം തിരിച്ചറിഞ്ഞോളൂ. ഈ വിഷപ്പാമ്പുകളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ അങ്ങ് തകർത്തിട്ട് നാളുകളിൽ ഞങ്ങളിവിടെ സമത്വസുന്ദര നാട് കൊണ്ടുവരാമെന്നൊക്കെ ഇവരുടെ വാക്ക് കേട്ട് ഇവരുടെ പിന്നിൽ അണിനിരക്കുന്നവർ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വായ്ക്കകത്തേക്ക് മണ്ണ് വീഴുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ സ്വന്തം കുഴി തോണ്ടിയ വിവരം തിരിച്ചറിയാൻ പോകുന്നുള്ളൂ. അധികാര കസേരയ്ക്ക് വേണ്ടി, അവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ സാമ്രാജ്യങ്ങൾ തകർന്നടിയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒറ്റ ഉദ്ദേശത്തിൽ പോരാടിയപ്പോൾ ഇവിടെ ഒരു ഇടർച്ച വന്നിട്ടുണ്ട് എന്ന് കരുതിക്കൊണ്ട് തകർന്നടിഞ്ഞിട്ടില്ല. അവിടെയാണ് നിങ്ങളോട് നേരത്തെ സ്വരാജ് നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞ വാചകങ്ങൾ പറയേണ്ടി വരുന്നത്. തിരിച്ചു വന്നിടാത്ത ദൂരയാത്രയല്ലിതിൻ സഖാക്കളെ. എന്താണ്? തിരിച്ചു വന്നിടാത്ത ദൂരയാത്രയല്ലിതിൻ സഖാക്കളെ. അടിച്ചുടച്ചിടാവതല്ല തീർച്ച നമ്മൾ തൻ മനോബലം. ശ്രദ്ധിക്കുക, അടിച്ചുടച്ചിടാവതല്ല തീർച്ച നമ്മൾ തൻ മനോബലം. അതെ, നമ്മുടെ ആരുടെയും മനോബലം ഇവരെല്ലാവരും കൂടി ചേർന്നാൽ അടിച്ചുടയ്ക്കാൻ കഴിയുന്നതല്ല. കാൽവിലങ്ങുകൾ തകർത്ത് കൈകളിൽ കരുത്തുമായി ഉയർത്തെണീറ്റു വന്നിടും സമീപമാത്രയൊന്നിൽ ഞാൻ. അതെ, നമ്മൾ ഓരോരുത്തരും സമീപമാത്രയിൽ. ഇനി അങ്ങനെ തളർന്നിരിക്കാനോ തകർന്നിരിക്കാനോ സമയമില്ല. എതിരാളികൾ ഒന്നിച്ചു നിന്ന് നമ്മളെ തകർത്തിട്ടാലും തിരിച്ചവരോട് നമുക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ: ഉയർത്തെണീറ്റു വന്നിടും സമീപമാത്രയൊന്നിൽ ഞാൻ. അതെ, സമീപത്ത് തന്നെ ഈ ഒരു ഇടർച്ചയിൽ നിന്ന് നമ്മൾ എണീറ്റു വന്നേ മതിയാകുള്ളൂ. പോരായ്മകളും മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ഈ നാട്ടിലെ സകലമാന കുറുമുന്നണികളും അന്തർധാരയിലൂടെ ഡീലുറപ്പിച്ച് അതിനെ തകർക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്ന് പരിശ്രമിച്ചപ്പോൾ മുഖ്യ ശത്രു എല്ലാവർക്കും ഇടതുപക്ഷമായിരുന്നു. എല്ലാവർക്കും ഒരേ ഒരു പ്രസ്ഥാനമായിരുന്നു. ആ പ്രസ്ഥാനത്തെ ഒരുമിച്ച് നിന്ന് തകർക്കാൻ അവർ ആവിഷ്കരിച്ച ഒരു പദ്ധതി വിജയിച്ചെങ്കിൽ ഇനി അത് അനുവദിച്ചു കൊടുക്കാതിരിക്കാൻ നിതാന്ത ജാഗ്രത പുലർത്തേണ്ട സന്ദർഭമാണ്. അതുകൊണ്ട് ഉയർത്തെണീൽക്കൂ. ഈ ഒരു തിരിച്ചടി ഒരു വേക്കപ്പ് കോളായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചെയ്തതൊക്കെയും സൽപ്രവർത്തികളുണ്ട്, പോരായ്മകളുണ്ട്, കുറ്റങ്ങളുണ്ട്. അത് പരസ്പരം തമ്മിൽ തല്ലി തീർക്കുന്നതിനപ്പുറം ഒരുമിച്ച് നിന്ന് ആ തിരിച്ചടിയെ നേരിട്ടുകൊണ്ട് നമ്മൾ അടുത്ത കളത്തിലേക്ക് ഇന്ന് മുതൽ നടന്നു നീങ്ങുകയാണ്. തിരിച്ചു വന്നിടാത്ത ദൂരയാത്ര അല്ലിതൻ സഖാക്കളെ. അടിച്ചുടച്ചിടാവതല്ല തീർച്ച നമ്മൾ തൻ മനോബലം. കാൽവിലങ്ങുകൾ തകർത്തു കൈകളിൽ കരുത്തുമായി ഉയർത്തെണീറ്റു വന്നിടും സമീപമാത്രയൊന്നില്ല.